ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഡേ 4 ഡെയിലി മീൽ പ്ലാൻ ഓഫ് മൈ ബേബി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 കാണാത്തവർ വേഗം പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ മീലിൽ നമുക്ക് വേഗം പോയി കണ്ടിട്ട് വരാം. വാ. അപ്പോൾ ഇന്ന് വാവയ്ക്ക് നമ്മൾ മൂങ് ദാൽ കിച്ചടിയാണ് കൊടുക്കാൻ പോകുന്നത്. കിച്ചടി എന്ന് പറയുമ്പോൾ ബാക്കിയൊന്നും ഇല്ല കേട്ടോ. മൂങ് ദാലും കൈമയുടെ ഒരു കുറച്ച് അരിമണി ഇട്ടിട്ടുള്ളൂ, അധികം ഇടുന്നില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി വേവിച്ചിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി വേവിക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ്, പുറത്തുനിന്ന് മേടിക്കുന്നതൊന്നുമല്ല. അങ്ങനെ നന്നായി വേവിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ഗ്രൈൻഡ് ആയിപ്പോയി, കുറച്ച് ലിക്വിഡ് ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ വാവ അത് കഴിച്ചോളും. അപ്പോൾ ഇത് നമുക്കിനി പോയി കൊണ്ടു കൊടുക്കാം. ഇന്നെന്താ സുണ്ടു? ഇന്നെന്താ? മൂംഗ് ദാൽ കിച്ചടി, മൂംഗ് ദാൽ കിച്ചടി. കുറച്ച് ലിക്വിഡ് ആയിപ്പോയി. സാരില്ല. ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് കൊടുക്കാമെന്ന് വെച്ചു. ഉച്ചയ്ക്കൊന്നും കൊടുത്തില്ലായിരുന്നു. ക്യാരറ്റ് നന്നായി ബോയിൽ ചെയ്ത് അത് നമ്മൾ സ്മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എത്ര സ്മാഷ് ചെയ്താലും ക്യാരറ്റിൽ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഒപ്പം ഇന്ന് ഹോം മെയ്ഡ് സെർലാക്കാണ് കൊടുക്കുന്നത്. ഹോം മെയ്ഡ് സെർലാക്കിൻ്റെ റെസിപ്പി ഞാൻ വേഗം ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടി. അപ്പോൾ സന്ധ്യയായി കൊടുത്തപ്പോഴത്തേക്കും പിന്നെ അത്രയും ഉണ്ടായല്ലോ അവളുടെ മീല്. അപ്പോൾ ഡേ 4 ഡെയിലി മീൽ പ്ലാൻ കണ്ടോ? അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 കഴിഞ്ഞു. അങ്ങനെ ഇനി നാളെ ഡേ 5 ഡെയിലി മീൽ പ്ലാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ ഇൻട്രോവും കൺക്ലൂഷനും രണ്ടും ഒന്നിച്ചാണ് എടുത്തത്. ബിക്കോസ് എനിക്ക് ഇൻട്രോ എടുക്കാൻ സമയം ഉണ്ടായില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാം തിരക്കായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം സെയിം ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനി നാളെ ഡേ 5 ഡെയിലി മീൽ പ്ലാൻ ഓഫ് ആർ ബേബി കാണാം. അപ്പോൾ ടിൽ ദെൻ ബൈ.